Okay, that's fine, guys. So let's begin. ത്രോട്ടിന് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സൗണ്ട് കാര്യങ്ങൾ കുറച്ച് ലോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്നോടത് പറഞ്ഞാൽ മതി. നമുക്ക് ക്ലിയർ ചെയ്ത് ഞാൻ കുറച്ചും കൂടെ ഉച്ചത്തിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. സോ നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന പോലെ എന്താണ് മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ചത്, എങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഫോൾഡ് ഔട്ടായി മാറിയത്. യൂഷ്വലി നമ്മൾ കാണുന്നൊരു നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണോ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. നമ്മൾ ഒരുപാട് ക്രൈറ്റീരിയാസ് ഒരുപാട് രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് ഫോൾഡ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്രൈറ്റീരിയ ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മാർക്കറ്റ് നിങ്ങൾക്ക് മുമ്പും നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഇന്ന് ഞാൻ ട്രേഡ് ചെയ്തത്, എൻ്റെ കുറച്ച് ട്രേഡ്സും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് എങ്ങനെയാണ് എൻഡ് ചെയ്തത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ദർസ് നോ ഇഷ്യൂസ് റിഗാർഡിങ് ദാറ്റ്. സോ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവുന്നത് പോലെ തന്നെ സി ദിസ് നമ്മളുടെ കമ്പൈൻഡ് പ്രീമിയംസ് ആയിരുന്നു. നമ്മൾ എപ്പോഴും പറയാറുണ്ട് കമ്പൈൻഡ് പ്രീമിയംസ് സ്റ്റാർട്ട് ചെയ്ത ലെവലിൽ നിങ്ങൾ ഒന്ന് നോക്കിക്കേ. ഇറ്റ് വാസ് 62. ഇത് 24,900 24,600 ഏതാനും ലെവൽസ്. 24,900 എന്ന് പറയുമ്പോൾ ഈ ഒരു കമ്പൈൻഡ് പ്രീമിയം 24,600 എന്ന് പറയുമ്പോൾ ഇവിടെ. ഓക്കെ, സോ ഈ രണ്ട് ലെവൽസിന്റെ കമ്പൈൻഡ് പ്രീമിയം ആണ് ഈ കാണുന്നത്. സോ 64 ഇസ് ദ കമ്പൈൻഡ് പ്രീമിയം. അത് നേരെ ഫോൾ ഡൗൺ ചെയ്ത് എത്രയല്ല വന്നേന്ന് നോക്കിക്കേ, 11 റുപ്പീസ്. എത്ര ശതമാനമാണ് ഡിക്ലൈൻ ആയിരിക്കണേന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ. ഒബ്വിയസ്ലി നല്ല രീതിയിലുള്ള ഫോൾ ഉണ്ട്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ 88 ആയിരുന്നു കമ്പൈൻഡ് പ്രീമിയം. അത് അവിടെ നിന്ന് താഴത്തേക്ക് വന്ന് 10 റുപ്പീസിലേക്ക് കമ്പൈൻഡ് പ്രീമിയംസ് വന്ന് സ്ട്രൈക്ക് ഓൺ ചെയ്തു. അണ്ടർസ്റ്റുഡ് ദിസ്, നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ വാട്ട് ഹാപ്പൻഡ്, എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മുടെ പ്രീമിയം എല്ലാം നമുക്ക് രാവിലെ നല്ല ഡീക്കേ തന്നു, നല്ല പ്രോഫിറ്റിലേക്ക് ആദ്യം തന്നെ പോകാനായിട്ട് സാധിച്ചു. സോ അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ യൂഷ്വലി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു കമ്പൈൻഡ് പ്രീമിയം നല്ല രീതിയിൽ സാഗ്നേറ്റഡ് ആയി. അതിനുശേഷം ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് സച്ച് ഹ്യൂജ് കൈൻഡ് ഓഫ് എ റാലി. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയത്തിൽ തന്നെ ഒരു ആവറേജ് രീതിയിലുള്ള മൂവ്മെന്റും ഇടയ്ക്ക് ചെറിയ സ്പൈക്സും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് ആക്ഷനെ കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്യാലോ എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ എൻ്റെ ട്രേഡിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അറ്റ് 12 എക്സാക്ട്ലി അറ്റ് 12 ഞാൻ എൻ്റെ പൊസിഷൻ എക്സാക്ട്ലി കംപ്ലീറ്റ് സ്ട്രൈക്ക് അപ്പ് ചെയ്തു. അതിൽ കോൾ ഓപ്ഷന്റെ സെൽ ഓർഡേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് കോൾ ഓപ്ഷന്റെ സെൽ ഓർഡേഴ്സും ഇൻക്ലൂഡ് ചെയ്തപ്പോൾ സംഭവിച്ചത്? സീ ദിസ്, ഫ്രം 1 rupees 40 paisa the premium went to 40 rupees. ഇത് 25,000 റുപ്പീസിന്റെ ഇത് 25,000 കോൾ ഓപ്ഷന്റെ പ്രീമിയം ആണ് ഈ കാണുന്നത്. ഐ വാസ് നോട്ട് ട്രേഡിംഗ് ദിസ്. ഞാൻ അവിടെ എല്ലാവരും ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് പ്രീമിയംസ് എല്ലാം വളരെ കുറവായിരുന്നു. ഐ വാസ് ട്രേഡിംഗ് 24,800. ദിസ് ഇസ് ദ പ്രീമിയം ഐ വാസ് ട്രേഡിംഗ്. 14 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം പോയത് 150 രൂപ, എക്സാക്ട്ലി 148 രൂപയിലേക്കാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. യു ക്യാൻ ഇമാജിൻ ദ പീക്ക് ദാറ്റ് മാർക്കറ്റ് ഹാസ് ക്രിയേറ്റഡ്. ഇത് എക്സാക്ട്ലി ഒരു മാനിപ്പുലേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ പൊസിഷൻസും കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. എഫ് ഐ എസിന്റെ സെല്ലിംഗ് ഫിഗേഴ്സ് അല്ലായിരുന്നു കൂടുതൽ, പക്ഷെ ബൈയിങ് ഫിഗേഴ്സ് ആയിരുന്നു കൂടുതൽ. ഈ ഡേറ്റ ഞാൻ ഇന്നലെ മാർക്കറ്റിൽ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ഈ ഡേറ്റ ശ്രദ്ധിക്കാതെ തന്നെയാണ് മാർക്കറ്റിലേക്ക് ഇന്ന് ട്രേഡ് ചെയ്യാനായിട്ട് വന്നത്. സോ അതിനുശേഷം ഞാൻ ഈ ഒരു മൂവ്മെന്റിന് ശേഷമാണ് പോയി ഇന്നലത്തെ ഡേറ്റാസും കാര്യങ്ങളും എല്ലാം പരിശോധിക്കുന്നത്. വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഈ ബൈയിങ് ഓർഡേഴ്സ് ആയിരുന്നു എപ്പോഴും സെല്ലിംഗ് ഓർഡേഴ്സിനെക്കാട്ടും കൂടുതലായിട്ട് നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ മാത്രം ജസ്റ്റ് എ മിനിറ്റ് ഒരു ബ്രേക്ക് ഔട്ടോ ഇല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗണോ ഉണ്ടായാൽ മാത്രമേ എഫ്.ഐ.എസിന് ഇന്നത്തെ ദിവസം പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എന്തുകൊണ്ട് അവിടെ സെല്ലിംഗ് ഓർഡേഴ്സ് എപ്പോഴും ബൈയിങ് ഓർഡേഴ്സിനേക്കാളും കൂടുതലായിട്ട് ഇരുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സിനാരിയോ ഇന്ന് ഫോൾഡ് ഔട്ട് ചെയ്തത്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ. നോക്കിയൊക്കെ 14 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം 148 രൂപയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി എ വറിയിങ് സിറ്റുവേഷൻ. ഏത് ഓപ്ഷൻ സെല്ലർക്കാണെങ്കിലും അത് വറിയിങ് ആയിരുന്നു. ഒബ്വിയസ്ലി
ഈ ഒരു സമയം വരെ ഓൾമോസ്റ്റ് 0.75% പ്രോഫിറ്റിലായിരുന്നു നിന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നല്ല രീതിയിൽ പ്രീമിയം ക്രാഷ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സൈസപ്പ് കുറച്ചും കൂടെ സ്പീഡാക്കിയായിരുന്നു. നല്ല പ്രോഫിറ്റിൽ നിന്ന ഒരു ഡേ ആണ്. അതിനുശേഷം ഒബ്വിയസ്ലി അധികം പ്രോഫിറ്റ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടാനായിട്ടുള്ളൊരു സാഹചര്യം നമ്മുടെ മാർക്കറ്റിൽ ഇല്ലായിരുന്നു. പ്രീമിയംസ് എല്ലാം ഇവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം 11.25 തന്നെ 14 രൂപയിലേക്ക് പ്രീമിയംസ് വന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പെട്ടെന്ന് തന്നെ അത് താഴത്തോട്ട് വരും എന്നുള്ളൊരു രീതിയിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ. മാർക്കറ്റ് ടുക്ക് അസ് ഫോർ എ സ്വൈപ്പ്. സീ ദിസ്. നല്ല രീതിയിൽ മാർക്കറ്റ് സ്പൈക്കായി. അതുകൊണ്ട് തന്നെ ട്രേഡ്സിൽ ആ ഒരു എക്സിക്യൂഷനും കാര്യങ്ങളും മാറ്റി ചിന്തിക്കേണ്ടി വന്നു. എൻ്റെ ട്രേഡ് കംപ്ലീറ്റ്ലി ഫ്രം 0.75% ഇറ്റ് വെന്റ് ടു ഓൾമോസ്റ്റ് 0.2% എന്തോ ലോസിലോട്ടാണ് നേരെ ട്രേഡുകൾ എല്ലാം കൂടെ ഈ ഒരു മൂവ്മെന്റ് വെച്ചിട്ട് പോയത്. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഒരിക്കലും സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യാറില്ല. സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്താലും ശരി, നിങ്ങൾക്ക് അറിയാം ഇന്നത്തെ കാലത്ത് ഈ സ്പൈക്സും കാര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ ഒബ്വിയസ്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഹിറ്റ് ആവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ദിസ്. എന്തുകൊണ്ടാണ് വെക്കാത്തതെന്ന് പറഞ്ഞാൽ 13 രൂപ ഉള്ള പ്രീമിയം നേരെ ഇവിടെ 41 രൂപയിലോട്ട് പോയിട്ടാണ് തിരിച്ചു വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 12 രൂപയുള്ള പ്രീമിയം നേരെ 48 രൂപയിലേക്ക് പോയിട്ടാണ് തിരിച്ചു വരുന്നത്. നമ്മൾ എങ്ങനെ പോയാലും ഒരു 12 റുപ്പീസിന് പ്രീമിയം 24 റുപ്പീസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചാലും ശരി, ജസ്റ്റ് ഇറ്റ് വിൽ ടേക്ക് ജസ്റ്റ് 1 or 2 ക്യാൻഡിൽസ് മാത്രം മതി മാർക്കറ്റിന് പോയ ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസസ് സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യത്തില്ല. അതിനെപ്പറ്റി നമ്മൾ മുമ്പും ഇവിടെ തന്നെ ഈ ഒരു കോഴ്സിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളാണ്. സോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മോസ്റ്റ്ലി. സോ ഇതായിരുന്നു ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സ്പൈക്ക്. സോ ഐ വിൽ ജസ്റ്റ് ഷോ യു മൈ നിങ്ങൾക്ക് ക്യാൻ യു സീ ദിസ് എക്സൽ? ക്യാൻ എനിവൺ കൺഫേം? ലല്ലു, ഈ എക്സൽ കാണാൻ പറ്റുന്നുണ്ടോ? കാണാമോ? ഈ എക്സൽ സ്ക്രീൻ ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നു. ഓക്കെ, ഈ എക്സൽ കാണാവോ? എക്സൽ കാണാം. റൈറ്റ് സൈഡ് എക്സലും ലെഫ്റ്റ് സൈഡ് സാറിന്റെ എങ്ങനെ കാണുന്നു? റൈറ്റ്. എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് എക്സൽ കാണാമെന്നുണ്ടെങ്കിൽ ഐ വിൽ ജസ്റ്റ് ടേക്ക് യു ത്രൂ. സി, എൻ്റെ ഓർഡർ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. ഏകദേശം 230ഓളം ഓർഡേഴ്സാണ് പ്ലേസ് ചെയ്തത്. ഇതാണ് ഞാൻ ഇന്ന് പോയിരിക്കുന്ന എൻ്റെ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ടിൽ ടൈം ഇസ് സംവെയർ ഹിയർ. ഓക്കെ, സി ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. 9:15 തന്നെ നിങ്ങൾക്ക് ഈ സമയം കാണാനായിട്ട് പറ്റും. 9:15 കൃത്യം ഏകദേശം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 22 സെക്കൻഡുകൾക്കകം തന്നെ ആദ്യത്തെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വെരി ഫാർ ഔട്ട് ഓഫ് ദ മണി. ഞാൻ ഇന്നലെ നമ്മളുടെ ചാനലിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഐ എം നോട്ട് അറ്റ് ഓൾ കൺവിൻസ്ഡ് അബൌട്ട് ദ ട്രേഡ്സ് ഇല്ലെങ്കിൽ മാർക്കറ്റ് ഡയറക്ഷൻ. മാർക്കറ്റിൻ്റെ വളരെ പ്രീമിയംസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഏത് ഡയറക്ഷനിൽ പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാൻ വളരെ ഫാർ ഔട്ട് ഓഫ് ദ മണി, 25,000. ഞാൻ ഇന്നലെ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കുറേ ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട് ട്രേഡ് എടുത്ത് വെക്കുന്നതെന്നുള്ളത്. സി, അത് നമ്മൾക്കൊരു ഡയറക്ഷണൽ കൺഫർമേഷൻ തരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് 9:15 തന്നെ ആദ്യത്തെ ട്രേഡ് എടുത്തു. 9:16 കോൾ സൈഡിൽ തന്നെ ഞാൻ വീണ്ടും പോയി അടുത്ത ട്രേഡ് എടുക്കുന്നത് കാണാനായിട്ട് പറ്റും. ലൈക്ക് ദിസ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ചാർട്ടിൽ കണ്ടതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രീമിയത്തിൻ്റെ സൈസ് കൂട്ടി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാം. ലൈക്ക് ദിസ്. ബട്ട് വാട്ട് ഹാപ്പൻ, എക്സാക്ട്ലി ആ സമയത്ത് മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ സംഭവിച്ചു. പ്രീമിയം വെൻ ടു 25,000, റൈറ്റ്? ഓക്കെ, 25,000 എന്ന് പറയുന്ന ഈ സ്ട്രൈക്കായിരുന്നു. പ്രീമിയം അറ്റ് 5 റുപ്പീസ് ഞാൻ 5 രൂപയിൽ സെല്ല് ചെയ്ത ആ പ്രീമിയം, വളരെ സേഫ് എന്ന് കരുതിയ ആ പ്രീമിയം ഫ്രം ദാറ്റ് വെൻ ടു 11 റുപ്പീസ്. ഏകദേശം അതേ സമയത്ത് തന്നെ പ്രീമിയം ഇരട്ടിയായി. ഓക്കെ, സോ അപ്പോൾ തന്നെ എനിക്ക് നേരെ പോയി പുട്ട് ഓപ്ഷനിൽ എനിക്ക് സെല്ല് ചെയ്യേണ്ടി വന്നു. ലൈക്ക് ആസ് യു ക്യാൻ സി 9:23 തന്നെ ഞാൻ ആ പൊസിഷൻ പുട്ട് ഓപ്ഷനിൽ എടുക്കേണ്ടതായിട്ട് വന്നു. സി, മാർക്കറ്റ് ജസ്റ്റ് എന്താ മാർക്കറ്റ് എന്നോട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ കാണിച്ചു തന്നിട്ട് ആ ഡയറക്ഷനിൽ നേരെ ഓപ്പോസിറ്റ് മാർക്കറ്റ് പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് വളരെ പെട്ടെന്ന് കയറേണ്ടി വന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഹെഡ്ജസിന് വേണ്ടിയിട്ട് ഞാൻ അധികം പൈസ കളയാറില്ല. മോസ്റ്റ്ലി 0.85
പൈസയും 0.65 പൈസയുമാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം നിങ്ങൾക്ക് കാണാം പ്രീമിയംസ് കൂടി വരുന്നത് 31 റുപ്പീസ്, 18 റുപ്പീസ്, 30 റുപ്പീസ്, 28 റുപ്പീസ്, 29 റുപ്പീസ്, 33 റുപ്പീസ്. സി അതേപോലത്തെ കൂടിയ പ്രീമിയംസും കാര്യങ്ങളും സെല്ല് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ബട്ട് ഇറ്റ് നെവർ എൻഡ്സ് ദർ. ക്യാൻ യു സീ ദിസ് സ്ക്രീൻ? ക്യാൻ എനിവൺ കൺഫേം ദിസ് ഇസ് മൈ P&L ഫോർ ദ ഡേ? കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? സോറി ഗൈസ്, അതൊരു സ്ക്രീൻഷോട്ടാണ്. ജസ്റ്റ് എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്കും കാണാൻ പറ്റുന്നില്ലായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സി ലിറ്ററലി ഫ്ലാറ്റ് ആയിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം. ലിറ്ററലി ഫ്ലാറ്റ് ആയിരുന്നു. 250 രൂപ മാത്രമാണ് ഇന്ന് ഒരു ഒറ്റ ദിവസം മേക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്ലാറ്റ് കൺസേണിങ് ടു മീ. എൻ്റെ പൊസിഷൻസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തുമാത്രം ലോസസ് ആണ് പ്രോഫിറ്റ്സ് ആണ് മേക്ക് ചെയ്തിരിക്കണേന്ന്. പക്ഷേ ഇപ്പോൾ ആ സ്ക്രീൻ വിസിബിൾ അല്ല. ഒബ്വിയസ്ലി സ്ക്രീൻ ഇസ് നോട്ട് വിസിബിൾ, ഐ തിങ്ക് സോ. സ്ക്രീൻ ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. അത് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. ഒബ്വിയസ്ലി 230 ഓർഡേഴ്സ് പ്ലേസ് ചെയ്തതിന് ശേഷം ഇന്നത്തെ ദിവസം ഫ്ലാറ്റ് ആയിട്ട് എൻഡ് ചെയ്തു. ഫ്രം എ പ്ലേസ് ഓഫ് 0.75% പ്രോഫിറ്റിൽ നിന്ന് നേരെ ഫ്ലാറ്റ്. ഓക്കെ, സി അബ്സല്യൂട്ട്ലി ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. സി ദാറ്റ് വാസ് റിയലി കൺസേണിങ്. സോറി, ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഇതേപോലെ വിടുന്നില്ല, ഒരു രക്ഷയുമില്ല. സോറി ഗൈസ്, സോറി. ഈ ഒരു ദിവസം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റിൽ പ്രീമിയംസ് പെട്ടെന്ന് താഴത്തോട്ട് വന്ന് പിന്നെ മേളിലോട്ട് പോകുന്നതായിട്ട് കാണാമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ കുറെ കൂടെ കൺവിൻസിങ് ആയി സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാര്യം അതെന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ക്യാൻഡിൽ താഴത്തോട്ടാണ് വരുന്നത്. ഡെഫിനറ്റ്ലി അതേപോലെ തന്നെ നമ്മുടെ കോൾ ഓപ്ഷൻ താഴത്തോട്ട് വന്ന് പിന്നീടുള്ള 2 ക്യാൻഡിൽസ് മേളിലോട്ട് പോയി നിങ്ങൾക്ക് കാണാം. ഫ്രം 3 റുപ്പീസ് പ്രീമിയം വെൻ ടു 11 റുപ്പീസ്. സീരീസ് 3 രൂപയിൽ നിന്ന് 11 രൂപയിലേക്ക്. അത് കഴിഞ്ഞിട്ടും മാർക്കറ്റിന്റെ മൂവ്മെന്റ് അപ്സൈഡ് ആണ് അല്ലേ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, മാർക്കറ്റ് വീണ്ടും മേലോട്ട് പോകുന്നു. പക്ഷെ പ്രീമിയത്തിന് എന്താ സംഭവിച്ചത്? പ്രീമിയം കെയിം ഡൗൺ. സോ ഇങ്ങനെ ഒരു ദിവസം നല്ല രീതിയിൽ മാർക്കറ്റ് മേളിലോട്ട് പോവുകയും പ്രീമിയം താഴത്തോട്ട് വരുവാണെങ്കിലും സെല്ലേഴ്സ് ആർ ഡോമിനേറ്റിംഗ് എന്ന് നമുക്ക് പറയാം അല്ലെ? സെല്ലേഴ്സ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇത്? ബയേഴ്സിന് അധികം ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും ആദ്യം തന്നെ പോയി എൻ്റെ പൊസിഷൻസിന്റെ സൈസിങ് ഇൻക്രീസ് ചെയ്യും, ഹെവി ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യാനായിട്ട് നിർബന്ധിതനായത്. സോ ദാറ്റ് ഹാപ്പൻ വിത്ത് ദ സ്പൈക്ക്. ഇറ്റ് വാസ് റിയലി എ ഡിസ്റ്റർബിങ് ഡേ. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒബ്വിയസ്ലി നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയപ്പോൾ മാർക്കറ്റിൽ നിന്ന് വിട്ടു നിന്നതിന് ശേഷം വീണ്ടും ഇതേപോലത്തെ സ്പൈക്സിനും കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യുമോ, ഇല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്ത് സപ്പോസ് ഇഫ് ഐ കുഡ് ഹാവ് എക്സിറ്റഡ് ദ മാർക്കറ്റ് വിത്ത് എനിക്ക് 0.75% പ്രോഫിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നിന്നിരുന്നുവെങ്കിൽ ഇവിടെ ആയിരുന്നു 2 രൂപയിലായിരുന്നു ആ പ്രീമിയം വെന്റ് 40 റുപ്പീസ്. ഇഫ് ഐ ഗെറ്റ് ഇറ്റ് അറ്റ് 30 റുപ്പീസ് എന്തായിരിക്കും? പോട്ടെ, എനിക്ക് തിരിച്ച് ഈ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ 20 റുപ്പീസിൽ അവിടെ എൻട്രി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ദിസ് പ്രോഫിറ്റ് വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ഗോൺ അബൌട്ട് 2%. മേലോട്ട് ഒരു സ്പൈക്ക് ഉണ്ടായി. ഒബ്വിയസ്ലി നമ്മൾ പുട്ട് ഓപ്ഷൻ സൈഡിൽ നിന്ന് നമ്മൾക്ക് ആ ഒരു എൻട്രി മേലോട്ട് കയറ്റി വെക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും കിട്ടും. സോ നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഐ റിയലി ബിലീവ് ദിസ് വാസ് എ സെല്ലേഴ്സ് ഡേ ആൻഡ് മാർക്കറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ഡൗൺ വിത്ത് സ്മോൾ സ്പൈക്സ്. ഓക്കെ, ഈ സ്പൈക്ക് ഉണ്ടായതിനു ശേഷമാണ് ഞാൻ പോയി ഡേറ്റാസും കാര്യങ്ങളും എല്ലാം നോക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഐ മേഡ് ഇറ്റ് റോങ്, മൈ അനാലിസിസ് വെൻ റോങ്. ആൻഡ് വാട്ട് ഹാപ്പൻ? പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു ദിവസമായിട്ട് ഒരു കംപ്ലീറ്റ് ഡേ ട്രേഡ് ചെയ്തിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്തതിന് ശേഷം ഒരു ദിവസം കംപ്ലീറ്റ്ലി നമ്മൾക്ക് പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ മടങ്ങേണ്ടി വരും. ദാറ്റ് ഹാപ്പൻ ഫോർ ദ ഡേ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ. സോ ഒബ്വിയസ്ലി ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ കൂടെ ശ്രദ്ധിക്കണമെന്ന് ഉള്ളൊരു പുതിയൊരു പാഠവും കൂടി ഇന്നത്തെ മാർക്കറ്റ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് റിയലി ഗുഡ്. നല്ല കാര്യമാണ്. നല്ല ലെസൺസ് നമ്മൾ എപ്പോഴും പഠിക്കണം മാർക്കറ്റിൽ നിന്ന്. ദാറ്റ് റിയലി ഹെൽപ്ഡ് മീ. ഓക്കെ, സോ if I have 2 messages.
ഓക്കെ. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കാം. നമുക്ക് ആ കാര്യങ്ങളും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഇത് ഇന്നത്തെ ദിവസത്തിനെ പറ്റി നിങ്ങൾക്ക് വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതേപോലത്തെ സ്പൈക്സ് ആണ് നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പം കണ്ടിന്യൂസ്ലി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ സെല്ലേഴ്സിന് വളരെ ദുഷ്കരമായിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പം കടന്നു പോകുന്നതെന്ന് നമ്മൾ പറയുന്നത്. സീരീസ് 188 പോയിന്റ് നീങ്ങുന്നു. അവിടെ നിന്ന് ആ പ്രൈസിൽ നിന്ന് ഏകദേശം 300 പോയിന്റ് അകലെയുള്ള പ്രീമിയം 1715%. 1715%മാണ് മാർക്കറ്റിൽ ആ ഒരു പ്രീമിയം സ്പൈക്ക് ആവുന്നത്. സോ ഈ രീതിയിലുള്ള മൂവ്മെന്റ്സ് 184 പോയിന്റ് നീങ്ങുമ്പോൾ 1700% പ്രീമിയം സ്പൈക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഇമ്പോസിബിൾ തിങ്. നോർമൽ ഡേ, നോർമൽ സർക്കംസ്റ്റാൻസസ് ഇത് ഇൻക്രീസ് ചെയ്യാൻ പോലും പാടില്ലാത്തതാണ്. മാക്സിമം ഇറ്റ് ക്യാൻ ഗോ ടു ഫ്രം 2 rupees to 10 rupees ഒക്കെ നമുക്ക് വെരി അക്സെപ്റ്റബിൾ സ്പൈക്കാണ് യൂഷ്വൽ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള. പക്ഷേ ഇത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്ത സ്പൈക്കാണ്. വെരി അൺയൂഷ്വൽ സ്പൈക്സ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്. ഇതാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് പേര് സെബിക്ക് മെസ്സേജസ് അയക്കുകയും റിക്വസ്റ്റുകൾ കൊടുക്കുകയും അതേപോലെ തന്നെ ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നും എല്ലാം പറയുന്നുണ്ട്. നല്ല പ്രോഫിറ്റിൽ നിൽക്കുന്ന റീറ്റെയിലേഴ്സിനെ ഒബ്വിയസ്ലി ഇത് ചതിക്കും, കൂട്ടാനായിട്ട് ശ്രമിക്കും. സോ ഇത് എപ്പോൾ വരുമെന്ന് നമ്മൾക്ക് ആർക്കും പ്രെഡിക്റ്റബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരാൾക്കും ഇതൊരു ബൈ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. ലൈക്ക് ദിസ്, നമ്മൾ രാവിലെ ഒരു ബൈ ട്രേഡ് എടുത്ത് ഇവിടെ മേലോട്ട് മാർക്കറ്റ് പോകുമെന്ന് വിചാരിക്കുന്നു. സി ദാറ്റ് ഇസ് 13 rupees. ഈ 13 rupees പ്രീമിയം 2 rupeesലെത്തി, 2 രൂപയിലെത്തി. ഒബ്വിയസ്ലി നമ്മൾ ഈ പൊസിഷനിൽ എക്സിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ 13 rupeesൽ എൻട്രി ചെയ്താൽ ചിലപ്പോൾ 8 രൂപയ്ക്ക് ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ അതിൽ നിന്ന് ആ സമയത്ത് എക്സിറ്റ് ചെയ്യും. അതിനുശേഷം 2 രൂപയിൽ നിന്നാണ് പ്രീമിയം 40 രൂപയിലോട്ട് പോകുന്നത്. ഈ 15 മിനിറ്റോ 20 മിനിറ്റോ ആള് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടെയും ഈ 40 rupees കംപ്ലീറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ബയേഴ്സിന് ഒരിക്കലും ഇങ്ങനത്തെ സ്പൈക്കുകൾ ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇല്ലെങ്കിൽ 2 രൂപയുള്ള പ്രീമിയം വാങ്ങിച്ച് ഇട്ടേക്കുക, ആ കാശ് അങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കണം. പക്ഷേ എത്ര നാൾ എത്ര തവണ അങ്ങനെ നമ്മൾക്ക് വിചാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദാറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ അറ്റ് ഓൾ. സോ ബയേഴ്സ് ഇങ്ങനത്തെ സ്പൈക്സ് ക്യാപ്ചർ ചെയ്യാൻ പോസിബിൾ അല്ല. സോ ആസ് ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വേറെ ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കാം. നമ്മൾ ആ കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. വി ഹാവ് ഓൾമോസ്റ്റ് 20 minutes ലെഫ്റ്റ്. സുദീപ്, രാജേഷ്. ഹലോ സാറേ, മാർക്കറ്റ് ഓർഡറിൽ ഇറങ്ങുന്നതാണോ നല്ലത്, ലിമിറ്റ് ഓർഡറിൽ ഇറങ്ങുന്നതാണോ നല്ലത്? സാർ എങ്ങനെയാണ് ചെയ്യാറ്? ഇതേപോലെ ഒരു സ്പൈക്ക് വന്നപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തത് മാർക്കറ്റ് ഓർഡറിലാണ്. കാര്യം ഇത്രയും വലിയൊരു മൂവ്മെന്റ് സംഭവിക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് സമയമെടുക്കും. എൻ്റെ എക്സിക്യൂഷൻ ടൈം വെരി ലെസ് ആണ്, വളരെ കുറവാണ്. പക്ഷെ എന്നാൽ കൂടി ഞാനത് മാർക്കറ്റ് ഓർഡറിൽ മാക്സിമം എക്സിറ്റ് ചെയ്യും. അതും ഫുൾ ക്വാണ്ടിറ്റിയിലായിരിക്കത്തിൽ എക്സിറ്റ് ചെയ്യുന്നത്. ഐ വിൽ എക്സിറ്റ് ചിലപ്പോൾ ഈ സ്പൈക്ക് എവിടം വരെ പോകും നമുക്ക് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ ആദ്യത്തെ ക്യാൻഡിലിൽ ഐ വിൽ എക്സിറ്റ് 20%. അതേപോലെ തന്നെ അടുത്ത ഈ ഒരു ക്യാൻഡിൽ മേലോട്ട് പോകുമ്പോൾ വീണ്ടും ചിലപ്പോൾ 20% എക്സിറ്റ് ചെയ്യുമായിരിക്കും. വീണ്ടും മേലോട്ട് പോകുമെന്ന് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ മാറി നിന്നിട്ട് ഒരു 40% കൂടെ എക്സിറ്റ് ചെയ്ത് മാറുന്നത്. സോ ലിമിറ്റ് ഓർഡർ അല്ല ഞാൻ പ്ലേസ് ചെയ്യുന്നത്, മാർക്കറ്റ് ഓർഡർ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. സെൻസെക്സിലേക്ക് വരുമ്പോൾ മാത്രമേ ഉള്ളൂ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആയിരുന്നു തോന്നുന്നു. ഇവിടെ സ്ലിപ്പേജസ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഇവിടെ സ്ലിപ്പേജസ് ഉണ്ടാവും. സപ്പോസ് എനിക്ക് 7 രൂപയിലാണ് ഇറങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഓർഡർ പോയി എക്സിക്യൂട്ട് ആവുന്നത് ചിലപ്പോൾ 11 രൂപയിലോ ചിലപ്പോൾ 10 രൂപയിലോ ഒക്കെ ആയിരിക്കും. 3 രൂപയുടെ ഒരു എക്സിക്യൂഷണൽ കോസ്റ്റ് എനിക്ക് അവിടെ ഉണ്ടാവും. പക്ഷേ ഇഫ് മാർക്കറ്റ് കംസ് ഡൗൺ, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ 14 രൂപ ആ ഒരു പ്രീമിയം പോയി മാർക്കറ്റ് തിരിച്ച് 7 താഴത്തോട്ട് പോയാൽ ഐ വിൽ എൻ്റർ ദ പൊസിഷൻ, റീ എൻ്റർ. സോ എനിക്ക് ആ ഒരു സ്പൈക്കിൽ നിന്ന് ഒരു 3 rupees എനിക്ക് എക്സിക്യൂഷൻ എററായിട്ട് കൊടുക്കേണ്ടിയായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി എനിക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റീസ് വെച്ച് എക്സിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. 20% ആൻഡ് ഐ വിൽ ജസ്റ്റ് ഗോ ഫോർ 40% ഫോർ ദ നെക്സ്റ്റ്. ചിലപ്പോൾ ലാസ്റ്റ് ഏറ്റവും അവസാനമുള്ള 20% ഓഫ്
സ്ട്രൈക്സ് ഞാൻ ചിലപ്പോൾ ഹോൾഡ് ഓൺ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെയായിരുന്നു. ഒബിയസ്ലി മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടും. ഇൻ കേസ് മാർക്കറ്റ് മേലോട്ട് തന്നെ പോയാൽ എനിക്ക് പുട്ട് ഓപ്ഷൻ്റെ സൈഡിൽ നിന്ന് അഡീഷണൽ സെല്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇവിടെ 20% പൊസിഷനേ ഉള്ളൂ, പക്ഷേ നമ്മളുടെ പുട്ട് ഓപ്ഷനിൽ നമുക്ക് അപ്പോഴും 100% പൊസിഷൻസ് ഉണ്ടാവും. ഓക്കെ, മാർക്കറ്റ് ഓർഡർ ആകട്ടെ ഒരാഴ്ച യൂസ് ചെയ്യുന്നത് എനിക്ക് വലിയ സ്ലിപ്പേജസ് ഒന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സ്ലിപ്പേജസ് ഉണ്ടാവും, ബട്ട് ഞാൻ അത് വലിയ കാര്യമാക്കാറില്ല എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഇപ്പോൾ 5 രൂപയിൽ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്ലിപ്പേജ് പോയിട്ട് 20 റുപ്പീസിലൊന്നും പോയി എക്സിറ്റ് ആവത്തില്ല, മേ ബി 2 or 3 റുപ്പീസ്. സോ അത് തിരിച്ച് മാർക്കറ്റ് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ ഫോർ മീ, അത് പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ടാണ് മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ചെയ്തത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 റുപ്പീസിൽ എക്സിറ്റ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ പ്രൈസ് ലിമിറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യും. 6.45 എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് വരും. മാർക്കറ്റ് പ്രൈസ് വുഡ് ഹാവ് ബീൻ അറ്റ് 13 അല്ലേ? അപ്പോൾ ഞാൻ ചിലപ്പോൾ വീണ്ടും പോയി ആ ഓർഡർ മോഡിഫൈ ചെയ്ത് 13ൻ്റെ അവിടെ വെച്ച് ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യേണ്ടി വരും. വീണ്ടും സ്ലിപ്പേജസ് കുറച്ചും കൂടെ ലിമിറ്റ് ഓർഡറിൽ കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ വെച്ചിട്ടാണ് പറയുന്നത്. ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് ഈസ് ഫൈൻ, ബിക്കോസ് ഇത് നേരെ പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. സ്റ്റോപ്പ് ലോസ് ഇങ്ങനെയുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ എസ് എൽ കീപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചും കൂടി ഒരു വൈഡർ എസ് എൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടാവത്തില്ല. നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് മാറാവുന്നതേ ഉള്ളൂ. ലോസ് ലിമിറ്റഡ് ആയിട്ട് വെക്കാം. നിങ്ങൾ എപ്പോൾ വേണേലും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ സ്പൈക്കുകൾ ഉണ്ടാകത്തില്ലേ, ഈ സ്പൈക്സസ് എല്ലാം സോൾഡ് ഓഫ് ആവും അവസാനം. ദിസ് ഇസ് മാനിപ്പുലേഷൻ. കാര്യം എത്ര രൂപ വേണ്ടി വരും അവർക്ക് ഈ ഒരു മാർക്കറ്റിന് ഇവിടം വരെ 185 പോയിന്റ് ഇന്ത്യൻ എക്കണോമി ആയിട്ട് നിഫ്റ്റിനെ കണ്ടേച്ചാൽ മതി. ഇന്ത്യൻ എക്കണോമിനെ 1% കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം പണം വേണ്ടി വരും. സോ അത്രയും എമൗണ്ട് ഓഫ് മണി കൊണ്ടുവന്നിട്ടാണ് അവർ ഇതേപോലത്തെ മാനിപ്പുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഒരു ജസ്റ്റ് പ്രീമിയത്തിന് വേണ്ടിയിട്ട് അവരിത് ചെയ്താൽ അവർക്ക് ഒബ്വിയസ്ലി അത് ആ പണം മാർക്കറ്റിൽ തിരിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ദേ വിൽ എൻഡ് അപ്പ് ഇൻ ഹ്യൂജ് ലോസ്. ഇപ്പോൾ റിലയൻസ് അവർക്ക് വാങ്ങാൻ അവർ ഉദ്ദേശിക്കുന്നത് 2000-നാണ്. ഇതേപോലെ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ റിലയൻസിനെ പോയിട്ട് 2100-നും 2200-നും വാങ്ങിച്ച് കയ്യിൽ പിടിക്കത്തില്ല. ബിക്കോസ് ദേ ബൈ എറ്റ് ഹ്യൂജ് ക്വാണ്ടിറ്റി അല്ലേ. അവർക്കറിയാം 200 രൂപ ലോസിലാണ് അവർ ആ പ്രൈസ് എടുക്കുന്നത്. സോ വാട്ട് ഹാപ്പൻ, അവർ പ്രീമിയത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് എടുത്തതിന് ശേഷം എപ്പോഴും ഈ സ്റ്റോക്സിൽ പോയി അത് സെല് ചെയ്യും. 2100-ന് വാങ്ങിച്ചത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും റിലയൻസ് സ്റ്റോക്ക് വാല്യൂ കൂടുന്നത്. 2110, 2120 അങ്ങനെയുള്ള പ്രൈസസിന് അവർ സെല്ല് ചെയ്ത് മാക്സിമം പെട്ടെന്ന് സെല്ല് ചെയ്ത് അവർ ഇറങ്ങാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം അവർക്ക് പ്രോഫിറ്റിൽ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ചെറിയ പ്രീമിയം മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് ഇവർ ഒബ്വിയസ്ലി എങ്ങനെ പോയാലും ഒരു 10,000 ക്രോസ് എങ്കിലും അവർ യൂസ് ചെയ്യേണ്ടി വരും ഇതേപോലത്തെ മാർക്കറ്റ്സിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും. ബട്ട് അത്രയും യൂസ് ചെയ്തു എന്നല്ല പറയുന്നത്. റിലയൻസിലും HDFCയിലും ഇപ്പം നല്ല വെയിറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ ഒബിയസ്ലി ഒരു 5,000 ക്രോസ് ഒക്കെ അവർ യൂസ് ചെയ്താൽ അവർക്ക് ഇതേപോലത്തെ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നടത്താൻ പറ്റും. അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലായിരിക്കും അവർ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് മാർക്കറ്റിൽ ചിലപ്പോൾ അൺവാണ്ടഡ് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും റിലയൻസിന്റെ എല്ലാം ബൈ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതും. സപ്പോസ് എനിക്കൊരു ബ്രേക്ക് ഔട്ട് ഉണ്ട്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട് റിലയൻസിന് ഈ ഒരു പോയിന്റിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്. മാർക്കറ്റ് ബ്രേക്ക് ഔട്ടായി, അതിന്റെ മേലോട്ട് ഒരുപാട് ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അവരുടെ ഓർഡേഴ്സ് വരുന്നതെല്ലാം ഈ ഒരു പോയിന്റ്സിലായിരിക്കും ഓർഡേഴ്സ് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ബാക്കിയുള്ള ഓർഡേഴ്സിനെ കൂടെ ട്രിഗർ ചെയ്തുകൊണ്ട് മാർക്കറ്റിന്റെ പ്രീമിയത്തിന്റെ പ്രൈസിൽ നല്ല വേരിയേഷൻസ് വരും. സപ്പോസ് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറെ ബൈ ഓർഡേഴ്സ് 25,000 ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് എല്ലാം ഒന്നിച്ച് പ്ലേസ് ചെയ്യും. അങ്ങനെ വന്നാലും ഇതേപോലത്തെ ചെറിയ സ്പൈക്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാർക്കറ്റിൽ. ഇറ്റ് ഇസ് എ മണി ഗെയിം. എപ്പോഴും നമ്മൾ വിചാരിക്കണം പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ഇൻ ദ ഹാൻഡ് ഓഫ്
ബിഗ് പ്ലേസ് വലിയ ആൾക്കാരുടെ കയ്യിൽ ആ ഒരു ക്യാഷ് ഉണ്ട്. FIs DIsന്റെ കയ്യിൽ നല്ല കാശുണ്ട്. അതുകൊണ്ട് തന്നെ ദേ വിൽ ഡെഫിനറ്റ്ലി മൂവ് ദ മാർക്കറ്റ് മൂവ് അവർക്ക് ഏത് ഡയറക്ഷനിൽ വേണേലും എപ്പോൾ വേണേലും ഇന്നത്തെ പോലെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. വി വിൽ സഫർ, സോ മേക്ക് ഷുവർ വി സഫർ ലെസ്. ഓക്കെ, സോ എനിത്തിങ് എൽസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ദിസ് ഇസ് ഹൗ മാർക്കറ്റ് ഇസ് മൂവ്ഡ്. ആൻഡ് ഞാൻ SL വെക്കുന്ന കാര്യം, സോറി, ഞാൻ എക്സിറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു വന്നത്. ബട്ട് വി ജസ്റ്റ് മൂവ് ഫ്രം ദ ടോപ്പിക്. കുറച്ച് റിലവൻറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തോന്നുന്നു. ദാറ്റ് ഇസ് ഫൈൻ. സോ എനിത്തിങ് എൽസ്? അമീർ, എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ? ഇല്ല സാറേ. ഫൈൻ. രാജ്, ആ ഡൗട്ട് ക്ലിയർ ആയിരുന്നോ? ഓക്കെ ആണ് സാർ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ രാജ്? ഇല്ല സാറേ. ഫൈൻ ഫൈൻ, ഗുഡ്. സുദീപ്, എനിക്ക് തോന്നുന്നു വർക്കിലാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എനിക്ക് ജസ്റ്റ് മെസ്സേജ് സാറേ ഞാൻ വർക്കിലാണ്, എനിക്ക് ഇന്ന് ഒരു രക്ഷയില്ല. അപ്പൊ റൈറ്റ്. കോയമ്പത്തൂരാ. ഓക്കെ ഓക്കെ ഫൈൻ. ഇന്നൊരു 2-4 ദിവസം ഉണ്ട്. നടക്കട്ടെ സുദീപ്, ഫൈൻ, ഗുഡ്. അതിന്റെ ഓക്കെ, അടക്കം താങ്ക് യു വർക്കിന്റെ സാർ. അടക്കം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനതിൽ സന്തോഷം കേട്ടോ. വെരി ഉറപ്പായിട്ട് ഗുഡ്. ഉറപ്പായിട്ട് പഠിക്കുക. എനിക്ക് അതെ. മൈക്ക് കെട്ടിയാണ് ഇട്ടാൽ. ഓക്കെ ഓക്കെ ഫൈൻ, ഗുഡ്. പഠിക്കുക. ഇപ്പോൾ സുദീപ് ഒക്കെ എടുക്കുന്ന എഫേർട്ടുകൾ കാണാൻ നേരം സന്തോഷമുണ്ട്. ഡെഫിനറ്റ്ലി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ നിന്ന് ആ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലത്തെ സ്പൈക്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്നും സംസാരിച്ചത്. ഈ സ്പൈക്കുകൾ എല്ലാ ദിവസവും വരുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ ദിവസവും ഈ ഒരു പ്രോഫിറ്റ് നമ്മളുടെ നിന്ന് മാർക്കറ്റിന് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ഡെഫിനറ്റ്ലി ഈ ₹1 പ്രീമിയം 0 രൂപീസിൽ വന്ന് എൻഡ് ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും കൂടുതൽ. പക്ഷേ എവിടെയായിരിക്കും നമ്മളുടെ പൈസ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുക? ₹2 ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രീമിയം മാക്സിമം ഒരു ₹10 പോയിട്ട് തിരിച്ചു വരും എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ അത് സംഭവിക്കാതെ വീണ്ടും മേളിലോട്ട് പോയി 40 രൂപീസിൽ പോയി ടച്ച് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. റൈറ്റ്. സോ ₹2 നമ്മൾ 20 ദിവസം ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു ഒറ്റ ദിവസത്തെ ലോസ് നമ്മൾക്ക് നികത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഹോപ്പ്ഫുള്ളി എവ്രി വൺ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സി, സാധാരണ നമ്മൾ റീറ്റെയിലേഴ്സ് ചെയ്യുന്നത് ഈ ₹2 വേണ്ടിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യും. ₹2 നമ്മൾ 20 ദിവസം ഉണ്ടാക്കുകയും ചെയ്യും. റൈറ്റ്. 20 ഡേയ്സും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മളുടെ കോൺഫിഡൻസും കൂടുതലായിരിക്കും. നമ്മൾ ഇതേപോലത്തെ ഒരു ദിവസം കണ്ടു കാണത്തില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഇതേപോലെ ഒരു സ്പൈക്ക് ഒരു ദിവസം കയറി വരുന്നത്. ഇറ്റ് വിൽ ടേക്ക് അവേ യുവർ 38 രൂപീസ്. ഒരു മാസം ചിലപ്പോൾ 20 ദിവസവും നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. നിങ്ങൾ എത്ര രൂപ ഉണ്ടാക്കി കാണും ഈ ₹2 പ്രീമിയംസ് കാര്യങ്ങൾ സെല് ചെയ്ത്? 40 രൂപീസ് അല്ലേ? പക്ഷെ ഒരു ദിവസം കൊണ്ട് 38 മാർക്കറ്റ് എടുത്തോണ്ട് പോയി. ഇൻ കേസ് നമ്മൾ അതിനെക്കാട്ടും വലിയൊരു പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ദിസ് വിൽ ഹാപ്പൻ. ₹11 നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ആ ₹11 ₹113 പോയി. എത്ര ദിവസം നമ്മൾ ട്രേഡ് ചെയ്യണം? 10 ഡേയ്സ്. 10 ദിവസം നമ്മൾ ട്രേഡ് ചെയ്താൽ മാത്രമേ 10 ദിവസത്തെ പ്രോഫിറ്റ് വെറും 20 മിനിറ്റിൽ മാർക്കറ്റ് എടുക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. സ്പൈക്ക് വരും, സ്പൈക്ക് വരത്തില്ല എന്നല്ല. ഇതിനൊരു റെഗുലേഷൻ്റെ കാര്യങ്ങളെല്ലാം സെബിയുമായിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാവരും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് എ റെഗുലേഷൻ. സോ അതിനു മുമ്പ് ഇവര് മാക്സിമം പ്രോഫിറ്റ് നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞൊരു മോസ്റ്റ്ലി 2-2.5 മാസമായിട്ട് വളരെ വോളറ്റൈലാണ് മാർക്കറ്റ്. ഇതേപോലെ സ്പൈക്കുകൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒബ്വിയസ്ലി ഒട്ടുമിക്ക എല്ലാ ദിവസവും വരുന്നുണ്ട്. സോ ഇതേപോലെ ഒരു റെഗുലേഷൻ വന്നാൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ ശരിക്കും ഉള്ള ഡിക്രീസ് ഉണ്ടാവും. സോ ഇതേപോലെ സ്പൈക്ക് ക്രിയേറ്റ് ചെയ്താലും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇപ്പോൾ ₹100 പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവർ ₹100 പണം എറിഞ്ഞ് എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം, എവിടെയൊക്കെയാണ് സ്റ്റോപ്പ് ലോസസ് ആൾക്കാരുള്ളതെന്ന് മനസ്സിലാക്കി ആ ഒരു മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇനി അതേപോലത്തെ റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ₹20 കിട്ടത്തുള്ളൂ എത്ര എഫേർട്ട് ഇട്ടാലും. സോ ദേ വിൽ നെവർ ഗോ ഫോർ ദിസ്.
100 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സാധനത്ത് 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയും വലിയ എഫേർട്ട് ഇടാനായിട്ട് പോകത്തില്ല. സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉടനെ നമുക്ക് ആ റെഗുലേറ്ററി ചേഞ്ചസ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു മുമ്പ് എന്തുമാത്രം പ്രോഫിറ്റ് എടുക്കാവോ അത് എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. സോ ഡോണ്ട് ഫോൾ ഇൻ ടു ഇറ്റ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ സ്പൈക്സും കാര്യങ്ങളും വരുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ എക്സിറ്റ് ചെയ്യുക, എന്നിട്ട് ടോപ്പിൽ എൻട്രി ചെയ്യാനായിട്ട് നോക്കുക. ഇന്ന് ഞാൻ എക്സിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി എക്സിറ്റ് ചെയ്ത അതേ സ്ട്രൈക്കിൽ തന്നെ ഞാൻ വീണ്ടും പോയി ട്രേഡ് ചെയ്യത്തില്ല. ഒബ്വിയസ്ലി ഞാൻ കുറച്ച് നേരം എപ്പോഴും വെയിറ്റ് ചെയ്യാറുണ്ട് എൻ്റെ സ്ട്രൈക്കിനെ മാർക്കറ്റ് ചാലഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാനായിട്ട്. എൻ്റെ ഇവിടെ നിങ്ങൾക്കറിയാം 24,800 ഞാൻ ആദ്യമേ ട്രേഡ് ചെയ്ത് അതിനെ ആദ്യത്തെ ക്യാൻഡിൽ തന്നെ ചാലഞ്ച് ചെയ്തു. ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. നേരെ പോയത് 24,850 24,900 ഒബ്വിയസ്ലി 24,900 പോയിട്ടും എനിക്ക് എക്സിറ്റ് തന്നെ ചെയ്യേണ്ടി വന്നു. വീണ്ടും മാർക്കറ്റ് മേലോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരുന്നു. എന്നിട്ട് 25,000 ഐ വാസ് ഒബ്വിയസ്ലി ഓക്കെ. 25,000 വന്ന് ട്രേഡ് ചെയ്യാനായിട്ട് വളരെ ഓക്കെ ആയിരുന്നു. കാര്യം ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോൺഫിഡൻസ് വിൽ നെവർ വർക്ക് ഇൻ മാർക്കറ്റ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് അങ്ങനെ തോന്നും. സോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ 25,000 പോയി വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ നിന്നാണ് വീണ്ടും ബിൽഡ് ഓൺ ചെയ്ത് മാർക്കറ്റിനെ ഇന്നൊരു ബ്രേക്ക് ഇവനിലെങ്കിലും ഇറങ്ങാനായിട്ട് സാധിച്ചത്. വ്യൂസ് കംപ്ലീറ്റ്ലി എപ്പോൾ വേണേലും റോങ് ആയി പോകും. പക്ഷെ എന്താണ് ചെയ്തത്? കൃത്യസമയത്ത് എക്സിറ്റ് ചെയ്തു പൊസിഷനിൽ നിന്ന്. മാർക്കറ്റ് 24,800 താഴത്തെ ക്ലോസ് ചെയ്യത്തുള്ളൂ എന്ന് വളരെ അഡമൻ്റ് ആയിട്ട് ഞാൻ നിന്നിരുന്നുവെങ്കിൽ എനിക്ക് എന്തായിരിക്കും ഇന്ന് സംഭവിക്കുക? ദിസ് വുഡ് ഹാവ് ഹാപ്പൻ. 15 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം 148 രൂപയിലോട്ട് പോയി, 150 രൂപയിലോട്ട് പോയി. 10x പോയി. 10x നമുക്ക് ബൈയിലാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം. സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോകുമ്പോൾ നമുക്ക് അത് ഒട്ടും സന്തോഷം തരുന്ന കാര്യമല്ല. സോ ആ ഒരു സാഹചര്യം കൂടെ മനസ്സിലാക്കുക. എപ്പോഴും ആദ്യം തന്നെ എക്സിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എൻ്റെ ചാർട്ട് ഞാൻ ഇപ്പോൾ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ എൻ്റെ ചാർട്ടിൽ നിങ്ങൾക്ക് 2 വരകൾ നിങ്ങൾക്ക് കാണാനായിട്ട് എപ്പോഴും സാധിക്കും. ദാറ്റ് ഒന്നെന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ ഒരു എൻട്രി പോയിന്റ് ആയിരിക്കും. ദാറ്റ് ഐ യൂഷ്വലി മാർക്ക് ഇൻ ബ്ലൂ. അടുത്ത പോയിന്റ് എക്സിറ്റ് പോയിന്റ് ആയിരിക്കും. മാർക്കറ്റ് പ്രൈസ് ആ ഒരു റേഞ്ചിന് മുകളിലോട്ട് പോയാൽ ഡെഫിനറ്റ്ലി ഞാൻ എക്സിറ്റ് ചെയ്യും. ഈ ഒരു 36 ഞാൻ ഒരു സെല്ല് ചെയ്തെങ്കിൽ 67 ഞാനൊരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരു ചെറിയ സ്പൈക്ക് വന്ന് താഴത്തോട്ട് വന്നാലൊന്നും എക്സിറ്റ് ചെയ്യത്തില്ല. ഡെഫിനറ്റ്ലി അതിൻ്റെ മേളിൽ ട്രേഡ് ചെയ്തെന്ന് എനിക്ക് ഉറപ്പായാൽ, ആ പ്രൈസ് അതിൻ്റെ മേളിൽ ട്രേഡ് ചെയ്തെന്ന് ഉറപ്പായാൽ ഞാൻ എക്സിറ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിൽ നിന്ന് ഏകദേശം 15 റുപ്പീസ് 11 റുപ്പീസ് എന്തായിരുന്നു 36 ലെവൽസ് ആയിരുന്നു എൻ്റെ 36. ഐ തിങ്ക് നോ ഇറ്റ് ഈസ് അറൌണ്ട് 30 ലെവൽസ്. കീപ്പിംഗ് മൈ 30 ലെവൽസിൽ എന്തോ ആയിരുന്നു മാർക്കറ്റ് വന്നത്. കാര്യം ഈ ഒരു ക്യാൻഡിൽ വന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു ബേസിലായിരുന്നു തോന്നുന്നു. ഐ വാസ് നോട്ട് എക്സാക്ട്ലി റിമെമ്പറിങ്. ഇതായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ്. ബ്ലൂ ആണല്ലോ, റെഡിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അതെപ്പോഴും. ഈ ക്യാൻഡിലിനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയപ്പോൾ ഇവിടെ ആദ്യമേ എനിക്കൊരു എക്സിറ്റ് എടുക്കേണ്ടി വന്നു. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തിരിച്ചു വന്നപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ എൻട്രി എടുത്തു. തിരിച്ച് മാർക്കറ്റ് മേലോട്ട് പോയി. ഈ ഒരു പ്രൈസ് എപ്പോൾ ബ്രേക്ക് ചെയ്തോ ഐ എക്സിക്യൂട്ടഡ് മാർക്കറ്റ് എക്സിറ്റ്. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റ് എക്സിറ്റ് ചെയ്തു. ദാറ്റ് വാസ് അറൌണ്ട് 44 റുപ്പീസ്. 11 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം 44 രൂപയിലേക്ക് എത്തേണ്ട വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് ആ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്തത്. ബട്ട് ഐ കുഡന്റ് വെയിറ്റ്. ഞാൻ ആ സമയത്ത് വെയിറ്റ് ചെയ്യത്തില്ല. ഒബ്വിയസ്ലി നോട്ട്. ഇവിടെ ആയിരിക്കും 27 റുപ്പീസ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾക്ക് തോന്നും. 5 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം 28 രൂപ 30 രൂപയിൽ ട്രേഡ് ചെയ്ത് ഞാൻ നേരത്തെ എൻ്റെ എക്സൽ ഷീറ്റ് കാണിച്ചപ്പോൾ നിങ്ങൾ കാണാൻ സാധിച്ചു. 30 രൂപയിലൊക്കെ മേ ബി ഐ വുഡ് ഹാവ് ട്രേഡഡ് ഓവർ ഹിയർ. ഈ ഒരു പ്രൈസിലായിരിക്കണം ട്രേഡ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ട്രേഡുകൾ എടുത്തു. ഞാൻ ഇവിടെ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അതിൻ്റെ മുകളിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിൻ്റെയോ മോസ്റ്റ്ലി ഒരു 40 റുപ്പീസ് എല്ലാം ആയിരിക്കണം എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഞാൻ അപ്പം കീപ്പ് ചെയ്ത് അതും ബ്രേക്ക് ചെയ്ത് കണ്ടപ്പോൾ അതിൽ നിന്നും ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് ഐ വെന്റ് ടു 25,000 വീണ്ടും പോയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു റേഞ്ചിൽ എനിക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചു. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് 11 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ട് എൻ്റെ പൊസിഷൻ എനിക്ക് 28 രൂപ ആ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ട് കിട്ടി. പക്ഷേ നമ്മൾ ഡെഫിനറ്റ്ലി ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. 11 രൂപയിൽ നിന്നും 44 രൂപയിലേക്കും 27 രൂപയിൽ നിന്നും പ്രീമിയം
40 രൂപയിലേക്കും പോയ ലോസുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷമാണ് 28 രൂപയിൽ വീണ്ടും വന്ന് ട്രേഡ് ചെയ്തിട്ട് അത് സീറോയിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. ഗൈസ് ഒബ്വിയസ്ലി എനിക്ക് ഒരിക്കലും നിങ്ങളോട് ട്രേഡിങ് സോ ഈസി, ട്രേഡിങ്ങിനകത്ത് നിങ്ങൾ അധിക കാര്യങ്ങളൊന്നും നോക്കാനായിട്ടില്ല, വളരെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാം എന്നൊന്നും പറഞ്ഞു തന്ന് പഠിപ്പിക്കാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. എന്താണോ റിയാലിറ്റി, ദ റിയൽ ട്രൂത്ത് അബൌട്ട് ദ മാർക്കറ്റിനെ പറ്റിയിട്ട് എന്താണോ എനിക്കറിയാവുന്നത്, ഇല്ലെങ്കിൽ എന്താണോ വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അത് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ചിലവർക്ക് വേണമെങ്കിൽ എനിക്ക് വന്നിരുന്ന് പറയാം, ഇന്ന് ഇവിടെ നിന്ന് ബൈ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ പോയി നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടിയിരുന്നത്, ജസ്റ്റ് ജമ്പ് ഇൻ ടു ദ ട്രേഡ്സ് എന്നൊക്കെ പറയാം. പക്ഷേ ഒബ്വിയസ്ലി ക്യാപ്ചർ ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ലെന്ന് അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. സോ പഠിക്കുമ്പോൾ നിങ്ങൾ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇതാണ് നമ്മൾ മാർക്കറ്റിൽ എടുക്കുന്ന റിസ്ക്. ഓക്കെ, സോ ദിസ് ഇസ് മേ ബി ദ റിവാർഡ്. പക്ഷെ റിസ്കിനോട് അത്രയും തന്നെ റിവാർഡ് ഉണ്ട്. നമ്മൾക്ക് എപ്പോഴും മാർക്കറ്റിൽ നിന്ന് എപ്പോഴും റിസ്ക് കൂടിയാൽ അതിനനുസരിച്ച് നമ്മളുടെ റിവാർഡും കൂടുന്നതായിരിക്കും. പക്ഷെ ഈ റിസ്കിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. വി ഹാവ് ടു മാനേജ് ദിസ് റിസ്ക്, അല്ലെ? ഈ റിസ്കിനെ സപ്പോസ് ടൈം ഉണ്ടോ? മേ ബി 1 മിനിറ്റ്. ഓക്കെ, ഇത് പറയാം. ഞാൻ ആദ്യത്തെ എക്സിറ്റ് എടുത്തു എന്ന് പറഞ്ഞേ, ഞാൻ ആദ്യത്തെ എക്സിറ്റ് 10 രൂപയിൽ എടുത്തു. ഞാൻ വെയിറ്റ് ചെയ്തു എന്ന് കരുതുക. വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ആ എൻട്രി രണ്ടാമത് 30 രൂപയിൽ കിട്ടിയാൽ എനിക്ക് 20 രൂപ പ്രോഫിറ്റ് അല്ലേ അവിടെ കിട്ടുന്നത്? എനിക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നു. പക്ഷെ മാർക്കറ്റിൽ എപ്പോഴും പുട്ട് ഓപ്ഷനും കൂടെ താഴത്തുള്ളത് കൊണ്ട് തന്നെ ഒരു സൈഡിന്റെ റിസ്ക് ഓപ്പൺ ചെയ്തിടാൻ പറ്റാത്തത് കൊണ്ടാണ് വീണ്ടും പോയി എൻട്രി എടുക്കുന്നത് കേട്ടോ. അത് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചത്. 10 റുപ്പീസിൽ എക്സിറ്റ് ചെയ്തു, മാർക്കറ്റ് മേലോട്ട് പോയി 20 റുപ്പീസിൽ ഞാൻ റീ എൻട്രി ചെയ്തു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടക്ക് വേറെ ട്രേഡ്സ് എടുക്കാൻ കാര്യം, പുട്ട് ഓപ്ഷനിലെ സൈഡിൽ ഫുൾ ക്വാണ്ടിറ്റി അപ്പോഴും ഓപ്പൺ ആയിരിക്കും. സോ മാർക്കറ്റ് മേലോട്ട് പോയ പോലെ തന്നെ താഴത്തോട്ട് ഒരു റിവേഴ്സൽ തന്നാൽ ഈ ക്വാണ്ടിറ്റി ഫുള്ള് ലോസിലോട്ട് വീണ്ടും പോകും. സോ ഓൾറെഡി നമ്മൾ 2 സ്റ്റോപ്പ് ലോസസ് ഇവിടെ ബുക്ക് ചെയ്തു. അത് കൂടാതെ താഴത്ത് പുട്ട് ഓപ്ഷൻ സൈഡിൽ നിന്ന് വീണ്ടും